വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് ക്യാരമൽ പുഡിങ്. മുട്ട, പാല്, പഞ്ചസാര ഇത് മൂന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തത്. അത് എടുത്തിട്ട് ഞാൻ ക്യാരമലൈസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെൽട്ടായി വരുന്നത് കണ്ട ആദ്യം തീ നന്നായിട്ട് കൂട്ടി വെക്കുക. മെൽട്ടായി വരുന്നത് കണ്ട അപ്പോൾ തന്നെ പറ്റ കുറച്ചിട്ട് വെക്കണം. ആകെ കുറച്ച് വെക്കുക നമ്മളുടെ ഫ്ലെയിം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ പക്ക ഫ്ലോപ്പായിരിക്കും. നമ്മളുടെ പുഡിങ് പക്ക ഫ്ലോപ്പായി പോവും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക തീൻ്റെ കാര്യം. ക്യാരമലൈസ് ചെയ്തിട്ട് ഈ ക്യാരമൽ നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ഈ പുഡിങ് പെർഫെക്റ്റ് ആവുള്ളൂ. പല വീഡിയോസിലും അത് പറയുന്നുണ്ടാവില്ല. കാരണം എൻ്റെതൊക്കെ ഒരുപാട് തവണ അങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്യാരമലാവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചതുകൊണ്ട് ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. കട്ട കെട്ടിയ പോലെ നിൽക്കും, പക്ഷെ അതെല്ലാം മെൽട്ടായിട്ട് വരും കേട്ടോ. കുറച്ച് ടൈം ഇങ്ങനെ സ്ലോയിൽ ചെയ്ത് നിന്നാൽ മതി. അപ്പോൾ അതങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ബേക്കിംഗ് ട്രേ ഏതിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒഴിക്കുക. ആ പാത്രം ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സോസ് മിക്സ് ചെയ്യാൻ കഴിയില്ല. ഇനി ഇതാ ഞാൻ പാല് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് 2 എഗ്ഗാണ് വേണ്ടത്. എഗ്ഗും പിന്നെ ഞാൻ ഏലക്കപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതും കൂടെ ഇട്ടിട്ട് ഷുഗർ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഷുഗർ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബേക്കിംഗ് ട്രേ ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ പാത്രം ആദ്യം തന്നെ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സോസ് ഉണ്ടല്ലോ, ക്യാരമൽ സോസ്, അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കഴിയൂല. പെട്ടെന്ന് കട്ടയായി പോകും ക്യാരമൽ സോസ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി ഇതാ നമ്മൾ ഇളം ചൂടുള്ള പാല് നേരത്തെ ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇളം ചൂട് മതി കേട്ടോ. അതിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മളുടെ ആ പാത്രത്തിലേക്ക്, നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഞാൻ വീഡിയോൻ്റെ കാര്യത്തിനാണ് ഇങ്ങനെ 2 ട്രേ എടുത്തത്. നിങ്ങൾ ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ 2 എണ്ണത്തിലെടുത്തിട്ട് അരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ആവി കയറ്റുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള ഇങ്ങനെ ചെമ്പട്ടിയൊക്കെ പോലെയുള്ള പാത്രങ്ങളില്ലേ, അത് യൂസ് ചെയ്യാം. ഞാനെടുത്തത് ഇഡ്ഡലിത്തട്ടുണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അതിന്ന് കുറച്ചൊരു പാടാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ് അത് എടുക്കാൻ. കാരണം അത്ര വീതി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീതിയുള്ള പാത്രം എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ അതിലൊരു ചെറിയൊരു തട്ട് പോലുള്ള സംഭവം വെക്കണം. എന്നിട്ട് നമ്മളുടെ ഈ ടിന്ന് അതിൽ വെക്കുക. ഈ ടിന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ അല്ല, അതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ ചെറിയൊരു അടപ്പ് കൊണ്ട് ഇങ്ങനെ മൂടി വെക്കണം. ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യരുത്. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാടില്ല. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിടുന്നത്. ഇത് കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വേണം ക്ലോസ് ചെയ്യാൻ. എന്നിട്ട് നമ്മളുടെ ഇത് ഇഡ്ഡലിത്തട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഫോയിൽ യൂസ് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് കുക്കായി വന്നിട്ടുണ്ടോ നോക്കാൻ ജസ്റ്റ് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി, നമ്മൾ കേക്കൊക്കെ നോക്കുന്ന പോലെ. അത് കുക്കായി വന്നപ്പോൾ ഞാനത് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ അത് നല്ലൊരു ചിൽഡ് കൂളായിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാണ്. സൈഡ്സ് ഇങ്ങനെ കത്തിനോട് എടുത്താൽ മതി. അപ്പോൾ അതാ പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മളുടെ ക്യാരമൽ പുഡിങ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഫ്ലോപ്പ് ആവില്ല. ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്താൽ മതി. നല്ല ഉഷാറായിട്ട് വരും. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അവനൊന്നും വേണം എന്നില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ട് കാലത്തെ ഉള്ള പുഡിങ്ങാണിത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അയച്ചു തരിക. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ക്യാരമൽ ഫ്ലോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പുഡിങ് ഫ്ലോപ്പാവും.